Hello, it's me Elsa, working as a ground staff at Cochin International Airport. Welcome to the world of Elsa. Let's explore and experience together. Once again, welcome to my vlog. അങ്ങനെ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഈ സെയിം ഇൻട്രോ തന്നെ നിങ്ങൾ ഒരു ഫെബ്രുവരി മാസം എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇത് സെക്കൻഡ് ഡേയിലെ വ്ലോഗാണ്. സെക്കൻഡ് ഡേ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ വി വെൻറ്റ് ഫോർ എ ഷോപ്പിംഗ്. പക്ഷേ ഷോപ്പിങ്ങിൻ്റെ ആ ഒരു തീവ്രത മൂത്തിട്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ. ആൻഡ് ഐ ട്രൈഡ് ലൈവ് ജിലേബി. സാധാരണ പാക്കറ്റിൽ കിട്ടുന്ന ജിലേബി പോലെ അല്ലാതെ അവിടെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കുന്ന ജിലേബി ട്രൈ ചെയ്തു. നമ്മൾ M5 മാളിൽ പോവാണ്. കഴിഞ്ഞ തവണ ഞാൻ ബാംഗ്ലൂർ വന്നപ്പോഴും M5 പോയിട്ടുണ്ടായിരുന്നു. സെയിം ഒന്നുകൂടെ നമുക്ക് പോവാം. M5 വിസിറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഒരു ജേണി ആവത്തില്ല എന്ന് ഞാൻ പറയും. ഓക്കെ, ലെറ്റ്സ് ഗോ. ബാംഗ്ലൂരിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരൊറ്റ തവണ വന്നു കഴിഞ്ഞ് അടുത്ത തവണ വന്നപ്പം എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വരുന്നൊരു ഫീല് എനിക്ക് ബാംഗ്ലൂർ തന്നു. ആൻഡ് എസ്പെഷ്യലി M5 വളരെ അടുത്തറിയാവുന്ന ഏതോ ഒരു കടയിൽ പോകുന്ന ഫീലിലാണ് ഞങ്ങൾ ആ മോളിൽ കയറിയത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഡെക്കോർസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ഓസം. ആസ് യൂഷ്വൽ അന്നത്തെ പോലെ തന്നെ ഇന്നും നല്ല ഒച്ചയും ബഹളമുണ്ട്. സോ നമ്മളിപ്പോൾ M5 എത്തിയിട്ടുണ്ട്. ആൻഡ് മീറ്റ് മൈ സിസ്റ്റർ ഫെബ അഗെയിൻ. സോ നമുക്കതിൻ്റെ ഉള്ളിൽ കയറാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് കൊണ്ട് എപ്പോഴും തന്നെ എന്നെ വാവ് വെക്കുന്ന ഒരു സ്ഥലമാണ് M5. മോൾ ആണ്, അപ്പം എന്താണെങ്കിലും അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതെന്താ സംഭവം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു താമര, കുറേ ആന, ഇവരെന്താ ഉദ്ദേശിച്ചേ? നിങ്ങൾക്ക് മനസ്സിലായോ? മാളിൽ കയറിയപ്പോൾ തന്നെ വിശപ്പിൻ്റെ വിളി ഫേബയുടെ വയറ്റിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കേണ്ടി വന്നു. ആൻഡ് വി ആർ അതെ, സത്യം. അന്നും ഞാനിവിടെ വന്നപ്പം ഒരു ക്ലച്ചസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫ്രം യൂണിസിയൂൾ. സോ ഇന്നും അവിടെ കയറണം. അതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഫുഡിൻ്റെ ഫ്ലോറിൽ പോവാം. ആദ്യം ടാക്കോസ്, അത് കഴിഞ്ഞിട്ട് ബാക്കി. യൂണിസോൾ എന്ന് പറയുന്ന ഒരു കൊറിയൻ സ്റ്റേഷനറി ഷോപ്പിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ ഞാൻ ആ സെയിം ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഐറ്റംസ് ഒന്നും അവിടെ കണ്ടില്ല. ആൻഡ് ക്യൂട്ട് സ്റ്റഫ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനൊരു ക്യൂട്ടി ബേബി അല്ല. ഐഷു നമ്മുടെ M5 എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം തറവാട് പോലെയാണ്. ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് തല കാണിച്ച് പോകണം. ഈ നൈക്കിയുടെ ഷോപ്പിൽ കയറി ഞങ്ങൾ കുറേ നേരം വയറുക്കിയിരുന്നു. അതെ, അന്ന് എന്നാന്നറിയോ, അന്ന് വാലന്റൈൻസ് ഡേ ആണെന്ന് ഭയങ്കര പൂവ് വെച്ച് വന്നാ. ഇപ്പൊ ഇവിടെ ഉള്ളത്ര സാധനം പോലും ഒന്നും ഇല്ലായിരുന്നു. അന്ന് M5 തുറന്നിട്ടേ ഉള്ളായിരുന്നു, അതുകൊണ്ടന്ന് ഷോപ്സ് പോലും ഇല്ലായിരുന്നു. ആ സത്യം. താഴെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഐഷു, കഴിഞ്ഞ വർഷത്തെക്കാളും, കഴിഞ്ഞ വർഷമല്ല, ഈ വർഷത്തിന്റെ ഫസ്റ്റ് പാർട്ടിലാണ് നമ്മൾ M5 വന്നത്. ഡിഫറൻസ് ഉണ്ടോ? ആ ഉണ്ട്, ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പം ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ടൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. ഇത് പുതിയതാ. അതന്ന് വന്നപ്പോ ഇല്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ പണി ചെയ്യുന്ന കൂടത്തിൽ കുറച്ച് നാടോടി സാധനങ്ങളൊക്കെ. അപ്പൊ നമുക്ക് 5th ഫ്ലോറിലേക്ക് ഓക്കെ. M5 മാളിൻ്റെ 5ാമത്തെ നിലയിൽ ലക്ഷ്യമാക്കി നീങ്ങുന്ന സ്റ്റെപ്പിൽ കയറി ഞാൻ പോകുന്നു. ടാറ്റ ബൈ. തുടങ്ങി ഐഷുവിന് വിശക്കുന്നില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഇതാണ് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ കിട്ടത്തുള്ളൂ. മതി, നമ്മുടെ വയറിനൊന്നും അറിയാനുള്ളതൊക്കെ മതി. ഞാൻ പറയുന്നതെല്ലാം കേട്ടാൽ നിങ്ങളുടെ ഭാഗ്യം. ഇന്നത്തെ പോലെ തന്നെ, പക്ഷെ അന്നത്തെ പോലെ അല്ല. ഇന്നിവിടെ കുറേ കടകളൊക്കെ വന്നിട്ടുണ്ട്. ബർഗർ കിങ്ങിൽ കുറേ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ദൃശ്യം ചാക്കോ. സോ ലാസ്റ്റ് വീഡിയോയിൽ പോലെ തന്നെ വി ആർ അഗൈൻ ബാക്ക് ടു ടാക്കോ ബെൽ. അന്നൊരു പകലായിരുന്നു അല്ലേ. നൗ വി ആർ എക്സ്പ്ലോറിംഗ് നൈറ്റ്. Maybe Aishu like the Taco Bell. ചിന്താവിഷ്ടയായ ഐഷു കുറേ നേരം ആലോചിച്ചിട്ട് നേരത്തെ ഓർഡർ ചെയ്ത് താനും തന്നെ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തു. സോ ഗൈസ്, നമ്മൾ ടാക്കോ ഓർഡർ ചെയ്തു, വരാൻ വേണ്ടി നോക്കി നിൽക്കുവാണ്. എന്തെങ്കിലും കഴിക്കണം. പക്ഷെ നമ്മുടെ ടാക്കോസ് ഇവിടെ റെഡിയായി. അവർ വേറെ എന്തെങ്കിലും ഒരു 2-3 ഐറ്റംസ് കൂടെ വാങ്ങിക്കാൻ വേണ്ടി പോയേക്കുക. അവരും കൂടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ എൻ്റെ ക്രേവിങ്സ് എന്നെ സമ്മതിച്ചില്ല. ഞാൻ അവർ വരുന്നതിന് മുമ്പ് തിന്നാൻ തുടങ്ങി. ഞാൻ തിന്ന് പാതിയായപ്പോൾ അവർ KFC കൊണ്ട് വന്നു, അതും കഴിട്ട് വരി. സോറി, KFC അല്ല, ചിക്കൻ ആയിരുന്നു. പക്ഷെ കൊള്ളായിരുന്നു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. 3 പേരുടെയും വയറ് നിറഞ്ഞു. ഇതാണ് ട്രാവലിന് മുമ്പുള്ള എൻ്റെ ഞം ആക്ച്വലി ആ ദിവസത്തെ.
പക്ഷേ വി എൻജോയ് ദ ഡേ. അപ്പോൾ നമ്മൾ പോകാനായി ഐശു പോവണ്ട. ഈ മധുരത്തിൻ്റെ കൂടെ സോസ് ഇട്ട് വയ്ക്കുന്നോ? പട്ട് തന്നെ നോക്കിക്കോടെ. അപ്പം അവളും പട്ടത്തി വരും. ഡെലീഷ്യസ് ടാക്കോസ് നമ്മൾ അങ്ങനെ ഞം വെച്ച് കഴിഞ്ഞു. വയറ് നിറയാൻ മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇല്ലായിരുന്നു. പക്ഷേ അത് മതി. അപ്പം നമുക്ക് പോകാൻ ഒട്ടും ടൈമില്ല, കുറച്ച് ടൈമും കൂടെ നമുക്കുള്ളൂ. അങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് ഓടാൻ വേണ്ടി ഇരിക്കുകയാണ് നമ്മൾ. 2 ദിവസം കൊണ്ട് ഇത്രയൊക്കെ നല്ല മെമ്മറീസും മൊമെൻറ്റ്സും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ബാംഗ്ലൂരിൽ ഞങ്ങളുടെ ഈ ട്രിപ്പുകൾ കൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ ബാംഗ്ലൂരിന് ബൈ ബൈ പറയാനുള്ള സമയമായി. ഞങ്ങൾ ഞങ്ങളുടെ വയറും നിറച്ചു, മെമ്മറീസും നിറച്ചു. ബാംഗ്ലൂർ ഡേയ്സ് അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. സോ സീ യു നെക്സ്റ്റ് ടൈം. വണ്ടി കയറാൻ പോവാം. തീർച്ചയായിട്ടും. ബൈ ബൈ. ബൈ ബൈ ഐശു. ബൈ ബൈ. ബൈ. ഞങ്ങളിപ്പോൾ ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ വൺസ് അഗെയിൻ ബൈ ബൈ ടു ബാംഗ്ലൂർ. ബൈ ബൈ ടു ഫാറ്റൻ. ബാംഗ്ലൂരിലെ ട്രാഫിക്ക് ഇത്രമാത്രം ഹൊറിബിൾ ആയിരിക്കുമെന്ന് റിയലൈസ് ചെയ്തൊരു സമയം കൂടാണ്. എനിക്ക് വരാൻ പ്ലാൻ ചെയ്തിരുന്ന ബസ് 10:30-ക്കായിരുന്നു. പക്ഷേ ഞാൻ ബസ് കയറിയപ്പോൾ ഏകദേശം ഒരു 11-15 ഒക്കെ ആയി. പക്ഷേ എന്തോ പോരാൻ നിന്ന സമയം പോരുവാണ്, അങ്ങനെയുള്ളൊരു വിഷമ ഫീലിങ്ങും തോന്നിയില്ല. എനിക്കെപ്പോഴും വരാൻ പറ്റുന്നൊരു സ്ഥലമല്ലേ, ഇന്ന് പോയിട്ട് നാളെ വരാം കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റി ആയിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും എഗെയിൻ തമിഴ്നാടിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർണിംഗ് വ്യൂ ഒക്കെ കണ്ടു. കഴിഞ്ഞ 2 ദിവസത്തെ മെമ്മറീസ് ഒക്കെ റീകളക്ട് ചെയ്ത് ഇടയ്ക്ക് ഞങ്ങളുടെ ബസ് ഒന്ന് പണിമുടക്കി ഓസിൽ വേറൊരു ബസ്സിനകത്ത് കയറി. ഇൻഡിഗോയിൽ ബുക്ക് ചെയ്ത ആൾക്ക് എമിറേറ്റ്സിൽ ടിക്കറ്റ് കിട്ടിയ ഫീലായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ബാംഗ്ലൂർ സീസൺ ഇവിടെ തീർന്നിരിക്കുന്നു. ബൈ ബൈ. താങ്ക് യു സോ മച്ച്.